തൃശൂർ പാലപ്പള്ളിയിൽ സെപ്റ്റിക് ടാങ്കിൽ വീണ കുട്ടിയാന ചരിഞ്ഞു. എലിക്കോട് സ്വദേശി റാഫിയുടെ വീട്ടുവളമ്പിലെ സെപ്റ്റിക് ടാങ്കിലാണ് കുട്ടിയാന വീണത്. 4 മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ആനയെ രക്ഷിക്കാനായില്ല. വിശദാംശങ്ങൾ സുനിൽ അരുമാനൂർ നൽകും. തൃശൂർ പാലപ്പള്ളി എലിക്കോട് ആണ് ഇന്ന് രാവിലെ മാലിന്യക്കുഴിയിൽ കാട്ടാന വീഴുകയും പിന്നീട് അത് ചരിയുകയും ചെയ്ത സംഭവമുണ്ടായത്. രാവിലെ 8 മണിയോടെയാണ് ആന മാലിന്യക്കുഴിയിൽ വീണ് കിടക്കുന്നത് നാട്ടുകാർ കണ്ടത്. ഇതിനെ തുടർന്ന് അവർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയും വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ എത്തി പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ മാലിന്യക്കുഴിയുടെ വലിപ്പം വളരെ കുറവായിരുന്നത് കൊണ്ട് തന്നെ ആനയെ പുറത്തേക്ക് എടുക്കുന്നത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടായി തന്നെ അനുഭവപ്പെട്ടിരുന്നു. എന്നിരുന്നാലും JCB ഒക്കെ വരുത്തി ഈ കുഴി വലുതാക്കിക്കൊണ്ട് ആനയെ പുറത്തെടുക്കാൻ 4 മണിക്കൂറോളം ശ്രമം നടത്തിയെങ്കിലും ഒടുവിൽ ആന ചരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കാരണം ആന ഈ കുഴിയിലേക്ക് പതിച്ചത് തലകീഴായിട്ടാണ്. അതുകൊണ്ട് തന്നെ ആനയ്ക്ക് ക്ഷതമേറ്റിട്ടുണ്ട്. അതുപോലെ ആന്തരിക അവയവങ്ങൾക്കും ക്ഷതമേറ്റിട്ടുണ്ടെന്നാണ് വനം വകുപ്പിലെ ഡോക്ടർമാർ തന്നെ പരിശോധന നടത്തിയ ശേഷം പറഞ്ഞത്. അതുപോലെ തന്നെ മാലിന്യ കുഴിയിലാണ് ആന വീണത്. ഈ മാലിന്യ കുഴിയിൽ, അതായത് ഈ കുഴിയിലേക്കകത്ത് മാലിന്യം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള മലിനജലം ആനയുടെ ശരീരത്തിലേക്കും അതുപോലെ തന്നെ മൂക്കിലൂടെ അകത്തേക്കും പ്രവേശിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മലിനജലത്തിൽ നിന്നുള്ള വിഷവാതകം ആന ശ്വസിച്ചിട്ടുണ്ട്. അത്തരത്തിലാണ് ആനയ്ക്ക് ഈ ഒരു ശാരീരിക ബുദ്ധിമുട്ട് വരികയും ആന ചരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്നാണ് ഡോക്ടർമാർ തന്നെ പരിശോധനയിലൂടെ വിലയിരുത്തിയത്. പിന്നീട് ആനയെ കരയ്ക്കെടുത്ത് ക്രെയിനിൽ തന്നെ തൂക്കി കരയ്ക്കെടുക്കുകയും അതിനുശേഷം വനം വകുപ്പിലെ ഡോക്ടർമാർ ഇവിടെ നിന്ന് വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി സംസ്കരിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള കാട്ടാന ആക്രമണം നേരിടുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശം എന്ന് പറയുന്നത്. പാലിപ്പള്ളിയിൽ എല്ലാ ദിവസവും രാത്രി ആന വരികയും നാട്ടുകാർ ആനയെ വിരട്ടി കാട്ടിലേക്ക് തിരിച്ച് ഓടിക്കുകയും ചെയ്യുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. കൃഷി നശിപ്പിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിനിടയിലാണ് ഇന്ന് പുലർച്ചെ ആനക്കൂട്ടം വന്നിരുന്നു. ആ ആനക്കൂട്ടത്തോടൊപ്പം ഉണ്ടായിരുന്ന കുട്ടിക്കൊമ്പൻ ആനയാണ് ഇത്തരത്തിൽ ഈ കുഴിക്കകത്ത് അകപ്പെടുകയും ചരിയുകയും ചെയ്ത സംഭവം നടന്നത്. തൃശൂർ പാലപ്പള്ളിയിൽ സെപ്റ്റിക് ടാങ്കിൽ വീണ കുട്ടിയാന ചരിഞ്ഞു. എലിക്കോട് സ്വദേശി റാഫിയുടെ വീട്ടുവളപ്പിലെ സെപ്റ്റിക് ടാങ്കിലാണ് കുട്ടിയാന വീണത്. വിശദാംശങ്ങളാണ് സുനിൽ അരുമാനൂർ നൽകിയത്.